ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് വ്ലോഗാണ്. പണിയെടുത്തും മൊത്തത്തിൽ സ്ട്രെസ് അടിച്ച പോലെ വീട്ടിൽ നമുക്ക് ചില നേരത്ത് നമുക്കിങ്ങനെ തലച്ചെകിടിച്ച് നിൽക്കുന്ന നേരത്ത് ഞാൻ ഇതുപോലെ ഹെഡ്ഫോൺസ് എടുത്ത് അങ്ങോട്ട് ചെവിയിൽ വയ്ക്കും. പിന്നെ ഒന്നും അറിയില്ല, എന്നിട്ട് ഉറക്കെ നമ്മളേതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ എന്തായാലും ഹിറ്റ് സോങ് ആയിട്ടുള്ള നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സോങ്സ് ആയിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും തല ചികിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തന്നെ ഒരു ട്രീറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാനൊരു മിനി പഴംപൊരിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പ്രോൺസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, ടൈഗർ പ്രോൺസ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ചെയ്യണം, ഒരു ഡിഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വാഴ എടുക്കണുള്ളൂ കേട്ടോ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ കുഞ്ഞിതാക്കി വട്ടത്തിലരിയും. ബേസിക്കലി എനിക്ക് മുക്കി വറക്കാനുള്ള ചീനച്ചട്ടി എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ എളുപ്പപ്പണി ചെയ്യണതാണ്. പിന്നെ അധികം ഓയിൽ ഒഴിക്കേണ്ടി വരില്ല ഇങ്ങനെ വറക്കുമ്പോൾ. അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ ഇതിവിടെ പഴംപൊരിയുടെ പരിപാടി തകൃതിയായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ പീനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. നല്ല നല്ല ഓയിലാണ്, പീനട്ടും കോണിൻ്റെ ഓയിലും. ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളവിടെ നമ്മുടെ ചുറ്റും എന്ത് നടന്നാലും അറിയില്ല, കാരണം നമ്മൾ ആ പാട്ടിൻ്റെ ഇതിനകത്ത് മുഴുകി നിൽക്കുകയാണ്. അപ്പം ഞാനിവിടെ നിന്ന് ഇതേ സൈഡിൽ ഈ പഴംപൊരിക്ക് ഇവിടെ ആവാമച്ച് ഗ്യാപ്പിൽ ഞാൻ എനിക്ക് വൈകിട്ട് ഇടിയപ്പത്തിൻ്റെ വെച്ചിട്ട് കൊത്ത് ഇടിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റംസും ഞാൻ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ റെഡി ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, പിന്നെ അതിന് പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല. നല്ലതാണ് ഇങ്ങനെ ചുമ്മാ ഒരു പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കഴിച്ച പോലെ തോന്നും ചെയ്യും. പക്ഷെ നല്ല നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ പഴം എപ്പോഴും ഇവിടെ നേന്ത്രപ്പഴം കിട്ടുന്നത് ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ മാത്രമാണ്. ചിലപ്പോൾ ഒക്കെ ഇവർ പറ്റിക്കും, കായ പഴുപ്പിച്ച പോലെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കായാണ് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഞാനാണെങ്കിൽ മധുരം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് പഞ്ചസാര അങ്ങനെ കാര്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ പഴംപൊരി കുട്ടന്മാരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇതേ 2 സെറ്റായിട്ടാണ് വറുത്തെടുക്കണം. ഒരു കുഞ്ഞി പാത്രത്തിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചു, ചായയുടെ കൂടെ അത് കഴിച്ചു. പിന്നെ ഈ സൈഡിൽ ഞാൻ നമ്മുടെ സവാള അരിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇടിയപ്പം, കൊത്ത് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ കൊത്ത് പൊറോട്ടയൊക്കെ നാട്ടിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും കൊത്ത് ഇടിയപ്പം ഇവിടെ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. ഇവിടെ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ്സിലാണ് കൂടുതൽ ഇത് കാണുന്നത്. കഴിച്ചപ്പോൾ കൊള്ളാം, കറിയൊന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച പോലെ നല്ലൊരു ഫുഡായിട്ട് തോന്നി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കൊത്ത് ഇടിയപ്പം. സോ ഇതിനായിട്ട് ഞാൻ സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചതുണ്ട്. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യേണ്ട. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, എനിക്ക് വെജിറ്റേറിയൻ മാത്രം കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല. എപ്പോഴും ഒരു മീറ്റ് എന്തെങ്കിലും വരും, ചിക്കനോ അല്ലെങ്കിൽ പ്രോൺസോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പഴംപൊരിയും ഇങ്ങനെ വന്നിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ. പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞ് നമ്മൾ ചൂടോടെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കാം. കാരണം പാത്രം ചെറുതായതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. സോ നമ്മുടെ പഴംപൊരി എല്ലാം റെഡിയായി ഞാൻ അപ്പുറത്തെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ നമുക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും വറക്കണം. ഇത് ഇവിടെ നിന്ന് വാങ്ങിയൊരു സ്പൈസ് മിക്സറാട്ടോ. $19 ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സെയിലിൽ വാൾമാർട്ടിൽ വാങ്ങിയപ്പം. അത്യാവശ്യം എല്ലാം ഇതുപോലെ പൊടിക്കാം, തേങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കാം. അങ്ങനെ ഒരു ചെറിയൊരു മിക്സിയായിട്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പം വലിയ ജാർ എപ്പോഴും എടുത്ത് പെരുമാറാൻ മടിയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. സോ ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് പഴംപൊരി എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് പാട്ടൊക്കെ കേട്ട് എന്താ പറയുക, തല അങ്ങ് തണുപ്പിച്ചെടുക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം കുറേ കഴിയുമ്പോൾ നമുക്ക് പ്രാന്തിളകും ചില നേരത്ത്, വർക്കിലെ സ്ട്രെസ്സും എല്ലാം കഴിയുമ്പോൾ നമുക്ക്. അപ്പോൾ ഇവിടെ കിച്ചണിൽ നമ്മൾ അടുത്ത പണി തുടങ്ങി. ഞാനപ്പോൾ ഇന്ന് ഇടാൻ പോകുന്നത് ക്യാരറ്റ്സ് ആണ്. ക്യാരറ്റ് ഈ പറഞ്ഞ ചീകി എടുത്തിട്ട് നമ്മൾ കുറച്ച് കുനാക്കി അരിയണം. പിന്നെ ടൈഗർ പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പ്രോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ 4-5 പ്രോൺസ് എടുക്കുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് വയ്ക്കും. പിന്നെ ഒരു ക്യാരറ്റ് ഇടുന്നുള്ളൂ. പിന്നെ ക്യാപ്സിക്കം, ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ അതൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. കുഞ്ഞിതാക്കി അരിയണം ക്യാരറ്റ്, അതാണ് എനിക്ക് ഏറ്റവും മടി. അതുകൊണ്ടാണ് എൻ്റെ മിക്ക റെസിപ്പിയിൽ ഞാൻ ക്യാരറ്റ് നേരെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. കാരണം ഇങ്ങനെ കുരുന്ന് അരിയാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര മെനക്കേടാണ്, സ്പെഷ്യലി ക്യാരറ്റ്, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ. പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ? ഇപ്പോൾ ഇവിടെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം 4 ഡിഗ്രി 5 ഡിഗ്രി, കഴിഞ്ഞ ദിവസം നമുക്ക് 12 ഡിഗ്രീസ് വരെ കിട്ടി. അപ്പോൾ പുറത്തൊക്കെ ഇനി പയ്യെ പോയി തുടങ്ങാം. അതുപോലെ പാർക്കുകളൊക്കെ ഇപ്പോൾ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. പിള്ളേർ കളിക്കാൻ വരുന്നു, ഫുട്ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. ആ വിൻ്റർ ഒന്ന് കഴിയാൻ കാത്തിക്കാണ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. ഇനി പയ്യെ നമുക്കും സൺലൈറ്റ് കുറേ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കും വർക്ക് കഴിഞ്ഞ് ഇനി പയ്യെ നടക്കാനൊക്കെ പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുക.
ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി കുറച്ച് മല്ലിയിലയും അതുപോലെ വേണ്ട പച്ചമുളകും എടുത്തിട്ടുണ്ട്. മല്ലിയില നന്നായിട്ട് കുരുന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനും അതുപോലെ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടാലും കുറച്ച് ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ കറിവേപ്പില സ്റ്റോക്കില്ല. ഇനിയിപ്പോൾ വീണ്ടും ഇന്ത്യൻ സ്റ്റോറിലും പോകണം, ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും മറന്നു പോവും. അപ്പോൾ ഇതേ നമ്മുടെ റെസിപ്പി, ഇതേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഉപ്പ് ഇട്ടിട്ട് പിന്നെ പച്ചമുളകും അതുപോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടണം. പക്ഷെ ഞാൻ എടുത്തു വെച്ചു, പക്ഷെ ഞാൻ ഇതിനകത്തേക്ക് മറന്നുപോയി ഗൈസ്. അതാണ് എൻ്റെ തല. ചില നേരത്തെ എനിക്ക് തോന്നും എവിടം കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന്. കാരണം ഞാൻ മറന്നു പോവും, എടുത്തു വെക്കും, പാട്ടൊക്കെ കേട്ട് തലാട്ടി നിൽക്കുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതൊക്കെ മറന്നു പോകും. പിന്നെ ഈ ഒരു ഓളത്തിൽ എന്താ പറയുക, അങ്ങനെ നിൽക്കുകയാണ്. എനിക്കിപ്പം റീസെൻ്റായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രമ. എന്താണെന്നറിയില്ല, ഭയങ്കര രസമാണ്, ഒരു വൈബാണ്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാണ്ടി വരുമ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇടുക. പിന്നെ അതുപോലെ കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചതും കൂടെ നമ്മൾ എടുത്തു വെച്ചതും കൂടെ ഇടണം കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ക്യാരറ്റും ആണ് മെയിനായിട്ട് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പ്രോൺസ് ഇതിൻ്റെ കൂടെ തന്നെ ഇടണം കേട്ടോ. പ്രോൺസ് പെട്ടെന്ന് കുക്കാവും. ഇങ്ങനെ പൊടി അരിഞ്ഞ ക്യാരറ്റ് ആയതുകൊണ്ട് അതും ഒരു 5 മിനിറ്റിൽ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുക്കാവും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ബീൻസ് ഇടാം. പിന്നെ അതുപോലെ ക്യാപ്സിക്കം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇപ്പം കഴിക്കുന്നവർ, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ ആഡ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ഓഫ് പ്രോട്ടീനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ഒന്നിലേ കുഞ്ഞാക്കി നുറുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത ചിക്കനായിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ മസാലയൊക്കെ പരട്ടി അടച്ചു വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടാനുള്ള അടുത്ത സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പുതിയ ഐസിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഈ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം, നല്ല ബോൾ പോലെ ഇരിക്കണ ഐസ് ട്രേ ആണിത്. അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിയതായിരുന്നു ഡോളറാമേന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2-3 ഐസ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചു. കാരണം വെള്ളം കൂടി ഭയങ്കര കുറവാണ് എനിക്ക്. പൊതുവേ തണുപ്പായാൽ നമ്മൾ വെള്ളം കുടിക്കുകയില്ല. ഞാൻ മൊത്തത്തിൽ വെള്ളം കുടിക്കാൻ മടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും കുക്ക് ചെയ്യാണ്. അപ്പോൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിലൊക്കെ വെച്ചാൽ നമുക്ക് എന്തോ ഭയങ്കര സംഭവം തോന്നും, നമ്മൾ കുടിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിവിടെ ഐസ് ഇട്ടിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഗ്യാപ്പിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസും പ്രോൺസും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇടുന്നത് ഇടിയപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊത്ത് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഇടിയപ്പമാണ് ഇടുന്നത്. അതല്ല നല്ല എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ബാക്കി പുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുട്ട് മിക്സ്, പുട്ട് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹോട്ടലിലൊക്കെ കാണുന്നില്ല, ഇതെല്ലാം ഒരേ സംഭവം തന്നെയാണ്. ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കുന്നു, അതിനകത്തേക്ക് അവർ ആഡ് ചെയ്യുന്നു. സോ ഇതിനകത്തേക്ക് ഞാൻ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം പ്രോൺസ് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. മുട്ട വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ മുട്ട ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് വേണ്ട ഉപ്പും, മുട്ടയ്ക്ക് വേണ്ട ഉപ്പും, പിന്നെ നമ്മുടെ കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ച മിക്സ് ലേശം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമ്മൾ കുക്കായി കഴിഞ്ഞാൽ ചിക്കി എടുക്കാം. ഈ കുഞ്ഞി തട്ടുകടകളിലൊക്കെ അവർ ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ കുത്തിയെടുക്കാന്ന് പറയാം. പക്ഷേ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ തവി വെച്ചിട്ട് കുത്തി ചിക്കി എടുക്കുക. പിന്നെ മുട്ട തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകുന്ന ശീലം പെട്ടെന്ന് തന്നെയുണ്ട്. എനിക്കറിയില്ല, എനിക്ക് മുട്ട കഴിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ് തൊടുമ്പോൾ അപ്പം തന്നെ കയ്യിലായ എന്തോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വേഗം ഒരു 5 വട്ടമെങ്കിലും കൈ കഴുകേണ്ടി വരും മുട്ട പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതേ നമ്മുടെ പെരുംജീരകത്തിൻ്റെ മിക്സൊക്കെ ഇട്ടു. ഇനി ചിക്കി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇടാം. ഞാൻ സോസാണ് ഒഴിക്കണത്. പിന്നെ നമ്മുടെ ഇടിയപ്പം, ഇത് ചെമ്പ അരിയുടെ ഇടിയപ്പമാണ് കേട്ടോ. അതാണ് റോസ് കളറ്. ഏതായാലും നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ തുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ആവി കയറി ഇത് മൊത്തം ഒന്ന് മിക്സായി നല്ല ടേസ്റ്റിൽ വരും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യണം. ഞാനതിൻ്റെ ഷോർട്സ് എടുക്കാൻ മറന്നുപോയി. നാരങ്ങയുടെ നീര് നല്ല ടേസ്റ്റാണ്. ഒരു അര നാരങ്ങയെങ്കിൽ നിങ്ങൾ നീര് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന ഗ്യാപ്പിൽ നമ്മൾ അതിൻ്റെ മുകളിൽ നല്ല പച്ച സവാള കുരുന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര രുചിയാണ്. ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഓഫീസിലേക്കൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം കറിയൊന്നും വേണ്ടല്ലോ, നമുക്ക് 1 പോട്ട് സെർവായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു സാധനമാണ്. സോ അതായത് നമ്മുടെ അടിപൊളി ഫുഡ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ കുക്കിങ്ങും, എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ടെൻഷനായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ സ്ട്രെസ്സൊക്കെ അതിൽ മാറി. അപ്പോൾ ദേ കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയ കൊത്ത് ഇടിയപ്പം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സവാളയും അതുപോലെ മല്ലിയിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തു. സോ ഇതാണ് ഇന്നത്തെ ഈവനിങ് വ്ളോഗ്. ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.